നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ടെലികോം നെറ്റ്വർക്കായ റിലയൻസ് ജിയോയിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഏകദേശം 3400ഓളം ഒഴിവുകളാണ് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി നിലവിൽ ജിയോയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല കേരളത്തിൽ 100-ലധികം ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾക്ക് നിലവിൽ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്, മാത്രമല്ല അതിനുവേണ്ട ക്വാളിഫിക്കേഷൻസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഇതാണ് ജിയോയുടെ കരിയർ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിലവിലുള്ള ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് അല്ലെങ്കിൽ നിലവിലുള്ള ജോബ് ഓപ്പണിംഗ്സിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് അവർ അറിയിക്കാറ്. അപ്പോൾ എന്തായാലും ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇനി ഒരു വെബ്സൈറ്റിൽ കയറി നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ കാണാം, ഇവിടെ ജോബ്സ് എന്നൊരു സെക്ഷനും ലൊക്കേഷൻസ് എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആ ഭാഗങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാം. അപ്പോൾ അതിനെല്ലാം മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് കൂടുതൽ എളുപ്പമാവും. മറ്റത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ജോബ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ രജിസ്റ്റർ ചെയ്യുവാൻ പറയും. കാരണം നിങ്ങളുടെ റെസ്യൂമും മറ്റുള്ള കാര്യങ്ങളെല്ലാം അവരുടെ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്താൽ മാത്രം ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ തീർച്ചയായും അത് രജിസ്റ്റർ ചെയ്യുന്നുള്ളൊരു ഓപ്ഷൻ അവിടെ കാണിക്കും. അപ്പോൾ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കൂടുതൽ എളുപ്പമാവും. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാം, ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ പേജിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സെക്ഷൻ ഇവിടെ കാണാം. അപ്പോൾ ഇതുവരെയും രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഇവിടെ ന്യൂ യൂസർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ റെസ്യൂം അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ആ ഒരു പേജിൽ നിങ്ങൾക്ക് ലഭ്യമാവും. അപ്പോൾ അതുവഴി നിങ്ങൾ ആദ്യം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇനി നേരത്തെ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ഇവിടെ നിന്നും ഇമെയിലും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾ ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ന്യൂ യൂസർ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഒരു ഇമെയിലും നിങ്ങളുടെ ഇമെയിൽ ഐഡിയും നിങ്ങളുടെ പാസ്വേഡ് നൽകിയിട്ടുണ്ടാവും. അത് ഉപയോഗിച്ച് ഒരിക്കൽ കൂടി ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക. അവിടെ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുക. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ റെസ്യൂം അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, മറ്റുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാവും. അത്തരത്തിൽ ആ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം ഇതിൽ കാണിക്കുന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് കൂടുതൽ എളുപ്പമാവും. അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിങ്ങളോട് രജിസ്റ്റർ ചെയ്യാൻ അവർ ഒരു പോപ്പപ്പ് മെസ്സേജ് വഴി അവിടെ ആവശ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ അവിടെ ഒന്നും രജിസ്റ്റർ ചെയ്യുന്നതിനെക്കാളും നല്ലത് നിങ്ങൾ തുടക്കത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്ന. കാരണം എന്തായാലും നിങ്ങൾ രജിസ്റ്റർ ചെയ്തിടുക, അതിനുശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യം ഇവിടെ വന്ന് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ന്യൂ യൂസർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരിക്കൽ കൂടി ലോഗിൻ ചെയ്യുക. അത്തരത്തിൽ ലോഗിൻ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുക. ഇനി നമുക്ക് ഇവിടെ കാണാം, ഏറ്റവും മുകളിലായിട്ട് ജോബ്സ് അതുപോലെ ലൊക്കേഷൻസ് എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ആണ് ഈ ഒരു വെബ്സൈറ്റിന്റെ ഏറ്റവും മുകൾ ഭാഗത്തായി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷമാണ് ചെയ്യേണ്ടത്. അത്തരത്തിൽ നിങ്ങളുടെ ഇമെയിലും പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം മാത്രം ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. അതായത് ജോബ്സ്, ലൊക്കേഷൻസ് തുടങ്ങി 2 ഓപ്ഷൻസ് ആണ് ഇവിടെ നിലവിലുള്ളത്. അതിൽ നമുക്ക് ജോബ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ റിലയൻസ് ജിയോയിലുള്ള ഒഴിവുകളെ കുറിച്ചാണ് ഈ ഒരു പേജിൽ നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ജോബ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയി വരും. ആ ഒരു പേജിൽ ഇത്തരത്തിലുള്ളൊരു പേജാണ് ഓപ്പൺ ആയി വരിക. ഈ ഒരു പേജിൽ നിലവിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾ, റിലയൻസ് ജിയോയുടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് ഒഴിവുകൾ ഉള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ബിസിനസ് ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 1841 ഒഴിവുകൾ, സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 801 ഒഴിവുകൾ, കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 351 ഒഴിവുകൾ, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ 151 ഒഴിവുകൾ, IT ആൻഡ് സിസ്റ്റം ഡിപ്പാർട്ട്മെൻറ്റിൽ 75 ഒഴിവുകൾ, ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ട്രെയിനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ 51 ഒഴിവുകൾ, ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 28 ഒഴിവുകൾ, ഫൈനാൻസ് കംപ്ലയൻസ് ആൻഡ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ 21 ഒഴിവുകൾ, പ്രോഡക്റ്റ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ 20
ഒഴിവുകൾ, സപ്ലൈ ചെയിൻ ഡിപ്പാർട്ട്മെന്റിൽ 19 ഒഴിവുകൾ, മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലായി 14 ഒഴിവുകൾ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ 6 ഒഴിവുകൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡിപ്പാർട്ട്മെന്റിൽ 5 ഒഴിവുകൾ, പ്രൊക്യൂർമെന്റ് ആൻഡ് കോൺട്രാക്ട് ഡിപ്പാർട്ട്മെന്റിൽ 5 ഒഴിവുകൾ, ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ 4 ഒഴിവുകൾ, റെഗുലേറ്ററി ഡിപ്പാർട്ട്മെന്റിൽ 2 ഒഴിവുകൾ, കോർപ്പറേറ്റ് സർവീസസ് അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിൽ 1 ഒഴിവ്, ലീഗൽ ഡിപ്പാർട്ട്മെന്റിൽ 1 ഒഴിവ്. അത്തരത്തിലാണ് 3400ഓളം ഒഴിവുകൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലായി, ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിലായിട്ട് നിലവിലുള്ളത്. ഇപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഈ ഒരു പേജിൽ വ്യക്തമായി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിനേക്കാളും എളുപ്പമായിട്ട് നമുക്ക് ലൊക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് മാപ്പ് സഹിതം അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ലൊക്കേഷൻസിലാണ് എന്ന് നമുക്ക് വ്യക്തമായി പരിശോധിക്കാൻ കഴിയും. ഇതിപ്പോൾ ഇത് ഓൾ ഇന്ത്യ ലെവലിലുള്ള ഓപ്പർച്യൂണിറ്റികളാണ്, ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒഴിവുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് കേരളത്തിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ച് പരിശോധിക്കാം. 100ന് മുകളിൽ ഏകദേശം 113ഓളം ഒഴിവുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതിനുമുമ്പ് നമുക്ക് ഇവിടെ കാണാം ലൊക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലൊക്കേഷൻസിൽ എത്രയൊക്കെയാണ് ജോബ്സ് എന്നുള്ള കാര്യങ്ങൾ ഒരു മാപ്പ് സഹിതം അവർ ഈ ഒരു വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ടാവും. അത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ലൊക്കേഷൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കൂടുതൽ എളുപ്പമാണത് കാണിച്ചു തരാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്കിവിടെ കാണാം ഇന്ത്യയിൽ നിലവിലുള്ള ഒഴിവുകളാണ് ഈ ഒരു പേജിൽ കാണിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലായി നിലവിലുള്ള ഒഴിവുകൾ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒഴിവുകളുണ്ടെന്ന് പറയുന്ന രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്ക് ഒഴിവുകൾ ഇവിടെ കാണാം. നമുക്കിവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം കേരളത്തിൽ 113 ഒഴിവുകൾ, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ 449 ഒഴിവുകൾ, ചെന്നൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ 449 ഒഴിവുകൾ, കർണാടകയിൽ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലായി 382 ഒഴിവുകളാണുള്ളത്. അപ്പോൾ നമുക്ക് ഏത് സ്ഥലത്തേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് അവിടെ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടെ കാണാം. ഓരോ ലൊക്കേഷൻസ് അനുസരിച്ച് കേരളത്തിൻ്റെ മാപ്പിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണുവാൻ കഴിയും. അത്തരത്തിൽ ഈ ഒരു ഭാഗത്ത് കേരള എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 113 എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കേരളത്തിൻ്റെ മാപ്പ് നമുക്ക് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇത്തരത്തിൽ കേരളത്തിൻ്റെ മാപ്പ് ഇവിടെ ഓണായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാപ്പിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഏകദേശം എല്ലാ ജില്ലകളിലും, കേരളത്തിലെ 14 ജില്ലകളിലുമായി ആണ് ഈ പറയുന്ന ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഓരോ ഭാഗങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയുവാൻ കഴിയും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച പോലെ ഇവിടെ നേരത്തെ കണ്ടതുപോലെ ആ ഒരു ജോബ്സ് എന്നൊരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ നിന്നുള്ള ഒഴിവുകൾ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കുവാൻ കഴിയുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ അതെങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. അതിനുശേഷം ഇതിൽ നിന്ന് നമുക്ക് എത്രത്തിലാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള 2 ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് ഉപയോഗിച്ച് അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഈ ഒരു പേജിൽ, അതായത് ഈ പറയുന്ന ജോബ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇത്തരത്തിലുള്ള പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. നേരത്തെ നമ്മൾ പരിശോധിച്ച് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഒഴിവുകൾ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്ന പേജിൽ നമുക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളെന്ന് കാണിക്കില്ല, ഏതൊക്കെ ലൊക്കേഷൻസിലാണ് നമുക്ക് ജോബ്സ് അവൈലബിൾ ആയിട്ടുള്ള എന്നുള്ള കാര്യങ്ങളാണ് അവിടെ കാണിക്കുക. ഇനി നമുക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് കേരളത്തിൽ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ഒഴിവുകൾ എന്നുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ ഒരു പേജിൽ വന്നതിന് ശേഷം ഈ പറയുന്ന ജോബ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പേജിലാണ് നമ്മൾ എത്തിച്ചേരുക. ഈ ഒരു പേജിൽ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡായിട്ട് ഇവിടെ കാണാം നമുക്ക് ലൊക്കേഷൻ എന്ന ഭാഗത്ത് നമുക്ക് കേരള എന്ന് നൽകാവുന്നതാണ്. അപ്പോൾ കേരള എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഫ്രഷ്നെസ് എന്ന് സെലക്ട് ചെയ്യുക. അത്തരത്തിലാണെങ്കിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജോബ്സ് ആണ് നമുക്ക് അറിയാൻ കഴിയുക. അത്തരത്തിൽ ഫ്രഷ്നെസ് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ഫംഗ്ഷൻ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ടാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഞാൻ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യുന്നില്ല. ലൊക്കേഷനും ഫ്രഷ്നെസ് എന്നൊരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ കേരളത്തിൽ ഏറ്റവും പുതിയ ഒഴിവുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അത്തരത്തിൽ സെർച്ച് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെർച്ച് റിസൾട്ട് ഇവിടെ വരുന്നതായിരിക്കും. ഇനി വരുന്ന പേജിൽ നമുക്ക് കേരളത്തിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചായിരിക്കും ആ ഒരു പേജിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒഴിവുകൾ, അതായത് നേരത്തെ കാണിച്ച പോലെ 113ഓളം ഒഴിവുകളാണ് കേരളത്തിലുള്ളത്. അതായത് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിൽ 39 ഒഴിവുകൾ, ബിസിനസ് ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ 37 ഒഴിവുകൾ, കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ 33 ഒഴിവുകൾ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ 4 ഒഴിവുകൾ, അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ ഡിപ്പാർട്ട്മെന്റിൽ 1 ഒഴിവ്. അത്തരത്തിലാണ് കേരളത്തിലുള്ള 113 ഒഴിവുകൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിവിടെ കാണാം, നമുക്ക് ഈ ഓരോ ഭാഗത്തും ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വിശദമായി പരിശോധിക്കാവുന്നതാണ്. അത്തരത്തിൽ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിലവിലുള്ള 39 ഒഴിവുകളാണ് അതിൽ നിലവിലുള്ളത്. അപ്പോൾ ഏതൊക്കെ ഒഴിവുകളാണെന്ന് അറിയുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ഈ ഒരു സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അത്തരത്തിൽ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം. അതായത് അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ പേജിൻ്റെയും ഓരോ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഏതൊക്കെ പോസ്റ്റുകളാണ് നിലവിലുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം അത്തരത്തിൽ നമുക്ക് അറിയുവാൻ കഴിയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ കൂടുതൽ എളുപ്പം ആ ഒരു മാപ്പിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത്തരത്തിലും നിങ്ങൾക്ക് ഓരോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇത്തരത്തിൽ അറിയാവുന്നതാണ്. അതായത് ഇപ്പോൾ ആദ്യത്തെ ഒരു പോസ്റ്റ് നമുക്ക് ഇവിടെ കാണാം, ജിയോ പോയിന്റ് അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അത്തരത്തിൽ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജിയോ പോയിന്റ് അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് ഡിസംബർ 6-ന് പോസ്റ്റ് ചെയ്തൊരു നോട്ടിഫിക്കേഷനാണത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ആ ഒരു പേജിൽ നമുക്ക് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. മാത്രമല്ല അവിടെ നിന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും.
ഈ ഒരു പേജിൽ ആ ഒരു ജിയോ പോയിന്റ് അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന ഈ പോസ്റ്റിന് വേണ്ട നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം ഈ ഒരു പേജിൽ നൽകിയിട്ടുണ്ടാവും. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് ഇവിടെ വേണ്ടത്? 10 +2 അല്ലെങ്കിൽ ഗ്രാജുവേഷൻ +2 അല്ലെങ്കിൽ ഡിഗ്രി പാസ് ചെയ്യുന്ന ജിയോ പോയിന്റ് അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഇത് കൊല്ലം ജില്ലയിലുള്ള അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒഴിവാണത്. ജിയോ പോയിന്റ് അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണിത്. അപ്പോൾ നിങ്ങളുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളെല്ലാം ഇവിടെ നൽകുന്നത് നിങ്ങൾക്ക് ഫ്രഷറോ അല്ലെങ്കിൽ 1 വർഷം മുതൽ 2 വർഷം വരെ സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും അല്ലെങ്കിൽ ഫ്രഷേഴ്സിന് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇവിടെ മാപ്പ് സഹിതമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് ഇതിനെക്കാട്ടിലും കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു നേരത്തെ കാണിച്ചിരുന്ന ഒരു മാപ്പിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു. ഇനി നമുക്ക് ഓരോ സ്ഥലങ്ങളനുസരിച്ച് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിനുവേണ്ടി നേരത്തെ കാണിച്ച പോലെ ആ ഒരു ഭാഗത്തേക്ക് തന്നെ ഞാൻ പോവുകയാണ്. അതായത് ലൊക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേജിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഇതിൽ നേരത്തെ കാണിച്ച പോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്രയൊക്കെ ഒഴിവുകളാണ് കേരളത്തിലുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ സാധിച്ചു. ഇനി നമുക്ക് ഓരോ സ്ഥലത്തും ഏതൊക്കെ പോസ്റ്റുകളാണ് മാത്രമല്ല അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എളുപ്പവഴി ഇത് തന്നെയാണ്. കാരണം ലൊക്കേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ വന്നതിന് ശേഷം നേരത്തെ കാണിച്ച പോലെ കേരളത്തിലെ 113 എന്ന് കാണുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അത്തരത്തിൽ കേരളത്തിൻ്റെ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൻ്റെ ആ ഒരു വിശദമായ മാപ്പ് നമുക്ക് ഇവിടെ ലഭിക്കും. അപ്പോൾ ഈ ഒരു പേജിൽ നിന്ന് നമുക്ക് എവിടേക്കാണ് ഒഴിവുകൾ എന്നുള്ള രീതിയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കാസർഗോഡ് തന്നെ നമുക്ക് ആദ്യം പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഏറ്റവും മുകളിൽ നിന്ന് തന്നെ മാപ്പിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം കാഞ്ഞങ്ങാടാണ് ഒരു വാക്കൻസി ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നമുക്കിവിടെ കാണാം റൈറ്റ് സൈഡിലായിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വന്ന് ആദ്യത്തെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് എന്ന് ഇവിടെ കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു സെക്ഷൻ ഇവിടെ ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് കാണാം ജിയോ പോയിന്റ് അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് നിലവിൽ ഈ ഒരു ഭാഗത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ സ്ഥലപ്പേര് ഇവിടെ നൽകിയിട്ടുണ്ട് ഭീമാ നദി കേരള എന്നാണ് നൽകിയിരുന്നത്. അപ്പോൾ കാഞ്ഞങ്ങാട് ഭീമാ നദിയിലാണ് ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന ഒഴിവുള്ളത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയി വരും. അവിടെ നിന്ന് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേജാണ് ഇവിടെ നമുക്ക് ഓപ്പൺ ആയി വരിക. ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് എന്താണ് ജോബ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ എന്നാണ് നൽകിയിരിക്കുന്നത്. 10 +2 അല്ലെങ്കിൽ ഡിഗ്രി. അപ്പോൾ ഏതെങ്കിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ +2 അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം. മാത്രമല്ല 1 വർഷം മുതൽ 2 വർഷം വരെ സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം അവിടെ നൽകിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയുടെ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ സ്റ്റോർ ഓപ്പറേഷൻസ്, സിസ്റ്റം മാനേജ്മെന്റ്, അതുപോലെ തന്നെ അക്വയർ ന്യൂ കസ്റ്റമേഴ്സ്, മാനേജ് യൂട്ടിലിറ്റി പേയ്മെന്റ്സ്, എൻഷുർ ഡെയിലി ക്യാഷ് ഡെപ്പോസിറ്റ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നൽകിയിരുന്നത്. അതെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാൻ വേണ്ട സ്കിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ബേസിക് കമ്പ്യൂട്ടർ നോളജ്, സ്മാർട്ട് ഫോൺ യൂസേജ് അറിഞ്ഞിരിക്കണം, ലോക്കൽ ലാംഗ്വേജ് മലയാളം അറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷ് റീഡ് ചെയ്യാനും അതുപോലെ തന്നെ എഴുതാനും അറിഞ്ഞിരിക്കണം, ക്യാഷ് ഹാൻഡ്ലിംഗ് സ്കിൽസ്, അതുപോലെ തന്നെ സെയിൽസ് ആൻഡ് കസ്റ്റമർ ഹാൻഡ്ലിംഗ് എബിലിറ്റി ലാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ആളുകൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപേക്ഷിക്കുന്നതിന് വേണ്ടി ഈ പേജിന്റെ അവസാനമായിട്ട് അപ്ലൈ ആവുന്ന ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലാത്ത ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് പിന്നെ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അതിൽ നിന്നും ആദ്യം നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാൻ വരിക. അത്തരത്തിലാണ് ഈ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയത്. അത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. മുകളിൽ നമുക്ക് അപ്ലൈ ആവുന്ന ഒരു ഭാഗം ഇവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മറ്റുള്ള ഒഴിവുകൾ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇതാണ് ഈ പറയുന്ന ജിയോ പോയിന്റ് അസിസ്റ്റന്റ് മാനേജർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഈ പോസ്റ്റുകൾ വിവിധ സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഈ പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഇത് തന്നെയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് +2 അല്ലെങ്കിൽ ഡിഗ്രി ഉള്ള ആളുകൾക്ക്, ഫ്രഷേഴ്സിനായാലും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കായാലും ഈ പറയുന്ന ജിയോ പോയിന്റ് അസിസ്റ്റന്റ് മാനേജർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഈ ഒഴിവ് കാഞ്ഞങ്ങാടുള്ള ഭീമാ നദി എന്ന സ്ഥലത്താണ് ഇവിടെ നിലവിൽ ഒഴിവുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു നോട്ടിഫിക്കേഷൻ പരിശോധിക്കാം. അടുത്തൊരു ഏരിയ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ കാഞ്ഞങ്ങാടാണ് ഇപ്പോൾ പരിശോധിച്ചത്. ഇനി നമുക്ക് രണ്ടാമത് ഇവിടെ കാണാം പയ്യന്നൂർ തളിപ്പറമ്പിലാണ് ഈ പറയുന്ന ഒരു ഒഴിവ് നിലവിലുള്ളത്. അവിടെയും ജിയോ പോയിന്റ് അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ ജിയോ പോയിന്റ് മാനേജർ എന്ന് പറയുന്നൊരു പോസ്റ്റ് തന്നെയാണ്. മാടായി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറയുന്ന പോസ്റ്റ് ഉള്ളത്. അപ്പോൾ അതിലേക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജിയോ പോയിന്റ് മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണിത്. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. അപ്പോൾ ഡിഗ്രി ഉള്ള ആൾക്ക് ജിയോ പോയിന്റ് മാനേജർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാടായി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറയുന്ന പോസ്റ്റ് ഉള്ളത്. പക്ഷേ എക്സ്പീരിയൻസും കൂടി ആവശ്യപ്പെട്ടത് 2 വർഷം മുതൽ 4 വർഷം വരെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അത്തരത്തിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ താഴത്ത് വന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ്. വേണ്ട സ്കിൽസും കാര്യങ്ങളും എക്സ്പീരിയൻസും എഡ്യൂക്കേഷൻ റിക്വയർമെന്റ്, ജോബ് റെസ്പോൺസിബിലിറ്റീസ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പേജിൽ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ കൂടി പരിശോധിക്കാം. അത്തരത്തിൽ നമ്മൾക്ക് ഓരോ സ്ഥലത്തും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാത് സ്ഥലത്തുള്ള ഒഴിവുകളെ കുറിച്ച് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അടുത്ത നമുക്കിവിടെ കുറച്ചധികം ഒഴിവുകളുള്ള ഒരു സ്ഥലത്ത് നമുക്ക് പരിശോധിക്കാം. അത്തരത്തിൽ ഏത് സ്ഥലത്താണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പേജ് ഇപ്പുറത്ത് ഓപ്പൺ ആയി വരും. അവിടെ നിന്ന് ആ ഒരു പോസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓരോ പോസ്റ്റിലേക്കും ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അപേക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഇവിടെ പാലക്കാട് സെലക്ട് ചെയ്യാം. പാലക്കാട് ഏകദേശം 24ഓളം ഒഴിവുകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ പാലക്കാടിൻ്റെ ആ ഒരു ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാലക്കാടുള്ള ഒഴിവുകൾ നമുക്ക് റൈറ്റ് സൈഡിൽ ഇത്തരത്തിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും.
ഇവിടെ കാണാം ടീം ലീഡർ വോയിസ്, അതുപോലെ തന്നെ അഡ്വൈസർ വോയിസ്, ജിയോ പോയിന്റ് അസിസ്റ്റന്റ് മാനേജർ, അഡ്വൈസർ വോയിസ് തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഈ പറയുന്ന ടീം ലീഡർ വോയിസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. അപ്പോൾ അതിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഇവിടെ കാണാം പാലക്കാട് ജില്ലയിൽ അഡ്വൈസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണിത്. കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത്. മാത്രമല്ല മലയാളം ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കും എന്നുള്ള കാര്യം തുടക്കത്തിൽ നിന്ന് നൽകിയിട്ടുണ്ട്. ഇതിനുവേണ്ട യോഗ്യത നിങ്ങൾക്ക് ഡിഗ്രി വേണം. മാത്രമല്ല 2 വർഷം മുതൽ 5 വർഷം വരെയുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഇത് പാലക്കാട് ജില്ലയിലുള്ള ഒഴിവാണ്. ഇനി നമുക്കത് മറ്റൊരു ഒഴിവ് കൂടി നമുക്ക് പരിശോധിക്കാം. ടീം ലീഡർ വോയിസ് എന്ന് പറയുന്നതിന്റെ ക്വാളിഫിക്കേഷൻ അത്തരത്തിലാണ് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അഡ്വൈസർ വോയിസ് നമുക്കിവിടെ കാണാം. ജിയോ പോയിന്റ് അസിസ്റ്റന്റ് മാനേജർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ആണ് +2 അല്ലെങ്കിൽ ഡിഗ്രി എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. അവർക്ക് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു ഇതാണ്. അതായത് നമുക്ക് കാണാം പാലക്കാട് ജില്ലയിലെ കോങ്ങാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ പറയുന്ന ഒഴിവുള്ളത്. +2 അല്ലെങ്കിൽ ഡിഗ്രി പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാം, അല്ലെങ്കിൽ 1 വർഷം മുതൽ 2 വർഷം വരെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഇത്തരത്തിൽ നമുക്ക് താഴത്തെ അപ്ലൈ നൗ എന്നൊരു ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ ഓരോ പോസ്റ്റും സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള കാര്യങ്ങൾ ഇത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതായത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനിവിടെ കാണിച്ചു തരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാൻ കഴിയുന്ന +2 യോഗ്യത ഉള്ളവർക്ക് മുതൽ അപേക്ഷിക്കാൻ കഴിയുന്ന നിരവധി ഒഴിവുകളാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ച പോലെ ഈ ഒരു പേജിൽ വന്നതിന് ശേഷം നിങ്ങൾ അതെല്ലാം വിശദമായി പരിശോധിക്കുക. ഓരോ സ്ഥലങ്ങളിലും എത്രയൊക്കെയാണ് ഒഴിവുകൾ എന്ന് നമുക്ക് ഇവിടെ വിശദമായി പരിശോധിക്കാവുന്നതാണ്. ഓരോ സ്ഥലത്തുമുള്ള ഒഴിവുകൾ ഇവിടെ ഈ ഒരു മാപ്പിൽ വ്യക്തമായി നൽകിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കണ്ട ആ ഒരു പേജ് വഴി നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ കൂടുതൽ എളുപ്പം എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ ഈ ഒരു മാപ്പ് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ വരുന്ന ആ ഒരു പേജിൽ നിന്നും ഏതൊക്കെ ഒഴിവുകളാണ് ആ ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്ത് എന്തൊക്കെ ഒഴിവുകളാണെന്നുള്ളതെന്ന കാര്യങ്ങൾ നമുക്കിവിടെ അറിയാൻ കഴിയും. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും നേരത്തെ കാണിച്ച പോലെ തന്നെ ജിയോ പോയിന്റ് മാനേജർ അല്ലെങ്കിൽ ജിയോ പോയിന്റ് മാനേജർക്ക് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. പക്ഷേ ജിയോ പോയിന്റ് അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾക്ക് +2 അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. മാത്രമല്ല നിങ്ങൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആ ജിയോയുടെ ആ ഒരു ഹോം പേജിൽ നിന്ന് നിങ്ങൾ ആദ്യം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇത്തരത്തിൽ കേരളത്തിലെ ഒഴിവുകൾ ഫിൽട്ടർ ചെയ്ത് പരിശോധിച്ചതിന് ശേഷം ഈ ഒരു വീഡിയോയിൽ കാണിച്ച പോലെ ഫിൽട്ടർ ചെയ്ത് പരിശോധിച്ചതിന് ശേഷം ഓരോ സ്ഥലത്തും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജോബ്സ് എന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള എന്ന് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾക്ക്, അതായത് ഈ പറയുന്ന ജോബ്സ് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകൾ ഭാഗത്തുള്ള ആ ജോബ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള ഫിൽട്ടർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കേരള എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു പോസ്റ്റ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. അത്തരത്തിലുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് കേരളത്തിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയും. അത്തരത്തിൽ നിരവധി ഒഴിവുകളാണ്. ഇനി നിങ്ങൾക്ക് കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സംസ്ഥാനങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ച് നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലം അനുസരിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നേരത്തെ കാണിച്ച പോലെ ലൊക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു മാപ്പിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ നിലവിലുള്ള ഒഴിവുകൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും. മാത്രമല്ല അതിൽ ഓരോ ഭാഗത്തും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലുള്ള ഒഴിവുകൾ അതിൽ ഓപ്പൺ ആയി വരും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഒട്ടാകെ നിരവധി ഒഴിവുകളുണ്ട്. അപ്പോൾ എന്തായാലും കേരളത്തിൽ ഏകദേശം 113ഓളം ഒഴിവുകളാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് നിലവിലുള്ളത്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മിനിമം +2 യോഗ്യത ഉള്ളവർക്ക് മുതൽ അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകൾ തന്നെയാണ്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് ആണ് നിരവധി ഒഴിവുകൾ. വിവിധ സ്ഥലങ്ങളിലായിട്ട് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് ഈ പറയുന്ന ഒഴിവുകൾ. ഇന്ത്യയിൽ ഒട്ടാകെ നിരവധി ഒഴിവുകളുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ 113 ഒഴിവുകളാണ് നേരത്തെ കാണിച്ച പോലെ. ആ 113 ഒഴിവുകളാണ് കേരളത്തിലുള്ളത്. ഇത്തരത്തിൽ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് കേരളത്തിൻ്റെ ഒരു മാപ്പ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് കാണാം ഓരോ ലൊക്കേഷനിലും എത്രയൊക്കെ ഒഴിവുകളാണ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അതാത് ഭാഗത്ത് വന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ കഴിയുമെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകൾ തീർച്ചയായും അപേക്ഷിക്കാൻ ശ്രമിക്കുക. കാരണം കേരളത്തിൽ മാത്രം 113 ഒഴിവുകളുണ്ട്. വളരെ മികച്ചൊരു അവസരം തന്നെയാണ്. കാരണം മിനിമം യോഗ്യത +2 ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫ്രഷേഴ്സിനും അപേക്ഷിക്കാൻ കഴിയുന്ന നിരവധി ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോൾ ജിയോയിൽ നിലവിൽ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെലികോം കമ്പനി തന്നെയാണ് റിലയൻസ് ജിയോ. അപ്പോൾ ജിയോയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ ആളുകളും ഈ ഒരു വീഡിയോയിൽ കാണിച്ചതുപോലെ അതായത് പോസ്റ്റുകളിലേക്ക് യോഗ്യത അനുസരിച്ച് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു വെബ്സൈറ്റ് കയറിയതിന് ശേഷം നിങ്ങൾ ആദ്യം ഈ ഒരു ഭാഗത്ത് വന്ന് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് വന്ന് നിങ്ങൾ പുതിയ യൂസർ ആണെങ്കിൽ നിങ്ങളുടെ വന്ന് ന്യൂ യൂസർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നൽകിയതിന് ശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്തതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പോസ്റ്റ് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവർ രജിസ്ട്രേഷൻ ചെയ്യാൻ ആവശ്യപ്പെടും. അപ്പോൾ അത് ആവശ്യപ്പെടാതിരിക്കുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ റെസ്യൂമും മറ്റുള്ള കാര്യങ്ങളെല്ലാം അതിൽ അപ്ലോഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഒരിക്കൽ കൂടി ലോഗിൻ ചെയ്തതിന് ശേഷം നേരത്തെ കാണിച്ച പോലെ ഈ പറയുന്ന ജോബ്സ് എന്ന സെക്ഷനിലോ അല്ലെങ്കിൽ ലൊക്കേഷൻസ് എന്ന് പറയുന്ന സെക്ഷനിലോ പോയി നിങ്ങൾക്ക് കേരള സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതാത് പോസ്റ്റുകളിലേക്ക് നിങ്ങളുടെ ലൊക്കേഷൻ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത്, മാത്രമല്ല ഏത് സ്ഥലത്തേക്കാണ് നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം
അതായത് പോസ്റ്റുകളിലേക്ക് നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് അപേക്ഷിക്കുക. അപ്പോൾ +2 യോഗ്യത ഉള്ളവർക്ക് മുതൽ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന നിരവധി ഒഴിവുകൾ, എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം, ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന നിരവധി ഒഴിവുകളാണ് നിലവിലുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ മിനിമം +2 യോഗ്യത ഉള്ളവർ മുതൽ ഡിഗ്രി യോഗ്യത, ഡിഗ്രി PG തുടങ്ങിയുള്ള യോഗ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ പറയുന്ന വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. മാത്രമല്ല ഈ ഒരു കരിയർ വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് അവിടെയൊന്നും ഈ ഒരു വെബ്സൈറ്റിൽ എത്തിച്ചേരാവുന്നതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്തതിന് ശേഷം, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തന്നപോലെ നിങ്ങൾക്ക് ഓരോ പോസ്റ്റും സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.